ദാനിയേൽ അധ്യായം 14. ബേലും വ്യാളവും. അസ്ത്യാഗസ് രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു. രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വെച്ച് ഏറ്റവും ബഹുമാനിതനും ആയിരുന്നു ദാനിയേൽ. ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു. പ്രതിദിനം 12 പറ നേരിയ മാവും 40 ആടും 6 അളവ് വീഞ്ഞും അതിന് അർപ്പിച്ചിരുന്നു. രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു. ദാനിയേൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത്? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മനുഷ്യ നിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല. രാജാവ് അവനോട് ചോദിച്ചു, ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ? അവൻ ദിവസം തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ? അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്. ഇതിന്റെ ഉള്ളിൽ കളിമണ്ണും പുറമെ ഓടുമാണ്. ഇത് ഒരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ രാജാവ് കോപിച്ച് തന്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. എന്നാൽ ബേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും. കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ബേലിന്റെ പുരോഹിതന്മാരായി 70 പേരുണ്ടായിരുന്നു, കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും. രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിന്റെ ആലയത്തിലെത്തി. ബേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു, ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു. രാജാവേ, നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വെച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക. നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേൽ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക. അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയേൽ മരിക്കണം. അവർക്ക് കൂസലില്ലായിരുന്നു, കാരണം പീഠത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെയാണ് പതിവായി അകത്തു കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത്. അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു. അപ്പോൾ ദാനിയേൽ കുറെ ചാരം കൊണ്ടുവരാൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു. രാജാവ് മാത്രം കാണുകെ അവർ അത് ആലയത്തിലെങ്ങും വിതറി. പിന്നെ അവർ പുറത്തിറങ്ങി വാതിൽ അടച്ച് രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വച്ചിട്ട് പിരിഞ്ഞുപോയി. പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. അതിരാവിലെ രാജാവ് വന്നു. ദാനിയേലും അവനോടൊപ്പം എത്തി. രാജാവ് ചോദിച്ചു, ദാനിയേലെ, മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ? രാജാവേ, അവ ഭദ്രം തന്നെ, അവൻ ഉത്തരം പറഞ്ഞു. വാതിൽ തുറന്നയുടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു, ബേൽ, നീ വലിയവൻ തന്നെ, നിന്നിൽ വഞ്ചന അശേഷവുമില്ല. അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്തു കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അവൻ പറഞ്ഞു, തറയിലേക്ക് നോക്കൂ, ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് ശ്രദ്ധിക്കൂ. രാജാവ് പറഞ്ഞു, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു. രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നു. പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിനു വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു. രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയേലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ദാനിയേൽ ബേലിനെ അതിന്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു. ബാബിലോണിയർ ആദരിച്ചു പോന്ന ഒരു വ്യാളം ഉണ്ടായിരുന്നു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല. അതിനാൽ അതിനെ ആരാധിക്കണം. ദാനിയേൽ പറഞ്ഞു, ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും.
കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. രാജാവേ, നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം. രാജാവ് പറഞ്ഞു, ഞാൻ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാളത്തിന് തിന്നാൻ കൊടുത്തു. ആ ജീവി അത് തിന്നു. അതിന്റെ വയർ പൊട്ടി. ദാനിയേൽ പറഞ്ഞു, നീ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നതെന്ന് കണ്ടാലും. ബാബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, രാജാവ് യഹൂദനായിരിക്കുകയാണ്. അവൻ ബേലിനെ നശിപ്പിച്ചു, വ്യാളത്തെ കൊന്നു, പുരോഹിതന്മാരെ വധിച്ചു. അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും. രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ വിട്ടുകൊടുത്തു. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു. 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു. ദിവസേന അവയ്ക്ക് 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭു, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്തു ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി. അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാനിയേലിന്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു. ഉടൻ തന്നെ അവന്റെ കൺമുൻപിൽ വെച്ച് അവരെ സിംഹം വിഴുങ്ങി.